ഞങ്ങൾക്കൊന്നൊരു വെഡിങ് റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി മാച്ചാണ്. ഈ ബ്ലൗസ് മെറ്റീരിയൽ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സാരിയുടെ മെറ്റീരിയൽ സൺഡേ ഞാൻ കട തുറപ്പിച്ച് എടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തി. അപ്പോൾ അമ്മൂനൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മൂൻ്റെ രാവിലത്തെ വെഡിങ് ബ്ലൗസ് എങ്ങനെയാണ് ചെയ്തത്, സ്റ്റിച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് റെഫറൻസ് അവൾ തന്നെയാണ് കേട്ടോ. ആ താമരയുടെ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ റെഫറൻസ് അവൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ആ ബ്ലൗസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെഷർമെൻ്റ് ഒക്കെ ഓൾറെഡി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് അമ്മൂൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ് കേട്ടോ, ലിമി ചേച്ചി. അപ്പോൾ ഞാൻ ശ്വേതയ്ക്ക് കാണിക്കാനാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം 3 പേരും ഒരേപോലെയാണ് ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശ്വേതയ്ക്ക് കാണിക്കാനാന്നിട്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ രാവിലത്തെ ഡ്രസ്സ് ഇതുപോലെ സാരി വെച്ചിട്ടാണോ ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഫുള്ള് സാരി തന്നെയാണ് കേട്ടോ. കേട്ടിൻ്റെ ഒരു പട്ട് സാരിയാണ്, അത് ഞാൻ നാട്ടിൽ നിന്ന് എടുത്തതാണ്. മറ്റേത് അവളൊരു സാരി ഓൺലൈനിൽ എടുത്തിട്ട് അതിൽ നിന്ന് തന്നെ ബ്ലൗസ് ചെയ്തു. അതുപോലെ അതിൻ്റെ സ്ലീവിൽ അത്രയും വർക്ക് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വർക്കുള്ള ഒരു സ്ലീവിൻ്റെ മെറ്റീരിയൽ മേടിച്ചു. സോ അങ്ങനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒക്കെ അവളുടെ തലയാണ്, ഞാൻ ജസ്റ്റ്